ഓരോ നൂറ്റാണ്ടുകളിലും ബഹുമാനപ്പെട്ട ദീനിനെ ശക്തിപ്പെടുത്താൻ മുജദ്ദിദീങ്ങൾ വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം അർഹിക്കുന്നവരാണ് എന്നാണ് അധിക ആളുകൾക്കുള്ള അഭിപ്രായം. ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് വളരെയധികം സുന്നത്തി ജമാഅത്തിന് വെല്ലുവിളികൾ വന്ന കാലഘട്ടമായിരുന്നു. അതെല്ലാം അമർത്തിക്കൊണ്ട് മഹാനവറുകൾ ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിനെ സമസ്തയുടെ ആദർശം ഉറപ്പിച്ചതിന് ശേഷമാണ് മഹാനവർ പോയത്. ബഹുമാനപ്പെട്ടവരുടെ അവസാനത്തെ പ്രസംഗം 70-ാം വാർഷികത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുന്നത്തി ജമാഅത്തിനെ വളരെയധികം ശക്തിയായി പറഞ്ഞു, അതിൻ്റെ എതിരാളികളെ വളരെയധികം ശക്തിയായിട്ട് എതിർത്തു. പിന്നെ കുറേ ക്ഷീണവും മറ്റൊന്നും മറിച്ചൊക്കെ അക്കാലത്ത് മൂപ്പർക്കുണ്ട്. ഇതിൻ്റെ അവസാനത്തെ യോഗമാണ് എന്ന് മൂപ്പർ മനസ്സിലാക്കിയതുപോലെ നമുക്കാർക്കും അത് മനസ്സിലായിട്ടില്ല. അന്ന് മഹാനവറുകൾ സാധാരണ പറയുന്ന അവസ്ഥയിലല്ലാത്ത മറ്റൊരു വാക്ക് ഇവിടെ പറയുകയുണ്ടായി. തമ്പുരാനെ ഈ ഏർപ്പാട്, അതായത് സുന്നത്തി ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യൽ, ബിദ്അഈ പ്രസ്ഥാനത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കൽ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റബ്ബേ, വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. ഇതെല്ലാം ഒന്ന് സ്വീകരിച്ചു തന്നാലും എന്ന് മഹാനവറുകൾ പ്രാർത്ഥിച്ച് കണ്ണെന്ന് വെള്ളമൊഴിച്ചു. അതിൻ്റെ മുമ്പുള്ള യോഗങ്ങളിലൊന്നും കണ്ണെന്ന് വെള്ളമൊഴിച്ചോത്താനും നമ്മൾക്ക് വല്ലാതെ പരിചയമില്ല. അവൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനമാണിത് എന്ന് മൂപ്പര് മനസ്സിലാക്കിയതുപോലെയാണ് അന്ന് ആ പ്രസംഗം ഉണ്ടായത്.